തിരക്കിനിടയ്ക്ക് വൈക്കം ബോട്ടിയെട്ടിയുടെ സമീപത്ത് ഒരു ചേട്ടൻ ഇങ്ങനെ ചീപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇത് പണ്ടൊക്കെ എനിക്കൊക്കെ ഏതാണ്ട് ഒരു 10, 12 അല്ലെ 8 വയസ്സൊക്കെ ഉള്ള സമയത്തൊക്കെ നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ ചീപ്പിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൃഗങ്ങളുടെ കൊമ്പ് കൊണ്ടുണ്ടാക്കുന്ന ചീപ്പാണ്. ഇത് നമ്മൾ തല ചീവിയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ തല മുടിക്കകത്തുള്ള അഴുക്കുകളും പേനും എല്ലാം ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും താഴത്തേക്ക് പോരും, ചീപ്പയിലുടക്കി പോരും. എന്നാൽ നമ്മളുടെ ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് ചീപ്പ് കൊണ്ട് നമ്മൾ ചീവിയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പൂർണ്ണമായിട്ടും പോരത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പല്ലുകളിങ്ങനെ കനം വരുമ്പോഴത്തേക്ക് അകന്നു കൊടുക്കുമ്പോൾ ടെമ്പർ വരുമ്പോഴത്തേക്ക് ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് തലയിലുള്ള അഴുക്കുകൾ കുറച്ചൊക്കെ അവിടെ ഇരിക്കും, പൂർണ്ണമായിട്ടും പോരുകയില്ല. അപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഈ ഒരു ചീപ്പ് കൊണ്ട് ചീവിയാണെന്നുണ്ടെങ്കിൽ തല പൂർണ്ണമായിട്ടും അഴുക്കുകൾ മുടിയില ഇങ്ങനെ പോരും. അതാണ് ഈ ചീപ്പിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ മൃഗങ്ങളുടെ കൊമ്പ് ചെത്തിയെടുത്ത് വരഞ്ഞെടുത്താണ് ഇത് ഉണ്ടാക്കുന്നത്. കണ്ട ആ ഒരേ ഇരിപ്പ് പുള്ളി ഇരുന്ന് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ആ പല്ലിൻ്റെ പൊഴിയിടുന്ന ഭാഗമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് കൈ നേരെ വെച്ചിട്ട് തള്ളവിരൽ പിച്ചാത്തി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി വലിച്ച് ആ ഒരു പൊഴിയിടുകയാണ്. ആ പൊഴിയിലാണ് ഇതേപോലെ നമ്മൾ തല ചെയ്യുമ്പോൾ ഈ പേനും ഇതൊക്കെ നമ്മുടെ തലയിൽ ഇരിക്കുന്നത്, അഴുക്കെല്ലാം കുടുങ്ങുന്ന അവിടെ. അതല്ല കൃത്യമായിട്ട് ചെയ്യുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി. കാരണം ഇങ്ങനെയൊക്കെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ നല്ല കച്ചവടങ്ങൾ വൈക്കത്തഷ്ടമിക്കിടയിൽ നടക്കുന്നുണ്ട്. പലതരത്തും പല കച്ചവടങ്ങളും നല്ല തിരക്കുകളും ഉണ്ട്. പക്ഷേ ഇത് കാണാനോ വാങ്ങാനോ ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. നിങ്ങളാരെങ്കിലും ആ വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചീപ്പെങ്കിലും മേടിച്ച് ആ ചേട്ടനെ ഒന്ന് സഹായിക്കണം കേട്ടോ.